ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ കീർത്തന. നെറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ജോലിയുടെ കൂടെ ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടൈം ടേബിൾ എന്നുള്ള പോലെ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ബാലൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്. അതായത് ഒരു ജോലി ഉള്ള സമയത്ത് അതിൻ്റെ കൂടെ പഠിത്തം കൊണ്ടുപോകുന്നതാണ് ശരിക്കും ഹെൽപ്പ് ചെയ്യുക. ഇത് ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഇത് തോന്നില്ല, ഇൻക്ലൂഡിങ് ഞാനും വിചാരിച്ചിരുന്നത് പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടൈം നമ്മൾ അതിന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഒരു ഫുൾ ടൈമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഇതിനു വേണ്ടി ഇപ്പോൾ PG കഴിയുമ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് നമുക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാവും. ആ സമയത്ത് വീട്ടിൽ ഫുൾ ടൈം ഇരുന്നിട്ട് നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ മെന്റലി നമുക്ക് ഒരുപാട് ലോഡായിരിക്കും ഇതിനുണ്ടാവുക. മാത്രമല്ല ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സംഘർഷാവസ്ഥയെക്കാട്ടിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഒരു ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപ് പഠിക്കുക. ഇങ്ങനെ നമ്മൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ മെന്റലി നമുക്ക് ഒരുപാട് സ്ട്രെസ് റിലീഫ് ആയിരിക്കും. അപ്പം ഇത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതും കൂടെ അറിയണം. ഇല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ അറിയാതെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെയും നമുക്ക് സ്റ്റഡീസും വർക്കും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഡ്രാസ്റ്റിക് ആവുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ഇടയിൽ വളരെ ഒരു തിൻ ലൈനാണുള്ളത്. നമുക്ക് എങ്ങനെ ആ ഒരു ബാലൻസ് അച്ചീവ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഏകദേശ ഷെഡ്യൂളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ രീതികൾക്കും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്തതിൽ എൻ്റെ മോർണിംഗ് ഷെഡ്യൂളിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എനിക്ക് വളരെയധികം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുകയും നല്ലൊരു ഫോക്കസ് കിട്ടുന്ന സമയമായിരുന്നു എനിക്ക്. അപ്പം നിങ്ങൾ ഇപ്പം മോർണിംഗ് ബേർഡ് ഈവനിങ് ബേർഡ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വൈകിട്ട് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളും കൂടുതൽ ഫോക്കസും എങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൈകുന്നേരത്തേക്ക് ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. എനിക്ക് മോർണിംഗ് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ മോർണിംഗിൽ തിയറിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുകയും റിവിഷൻസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം തിയറി വലിച്ചു വാരി പഠിക്കുക എന്നുള്ളത് ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് നമ്മളെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, തിയറി വലിച്ചു വാരി പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ നെറ്റ് എക്സാമിനെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓൾറെഡി പഠിച്ച തിയറികളെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എങ്ങാനും പുതിയതായിട്ട് നിങ്ങൾക്കൊരു തിയറി പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാം, പക്ഷെ അത് വലിച്ചു വാരി അതിൽ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് ഒരുപാട് ടൈം അതിൽ വേസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് നല്ലതാണ് ഇതേ തിയറി 10 മിനിറ്റ് മാത്രം ഒരു ദിവസം പഠിച്ചുകൊണ്ട് 3-4 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിലേതാണെങ്കിലും നിങ്ങൾക്ക് മോർണിംഗ് കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ പുതിയ ടോപ്പിക്ക് പഠിക്കാനും ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ പുതിയ ടോപ്പിക് ആണെങ്കിലും റിവിഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് മോർണിംഗ് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു 2 to 3 hours ഇരുന്ന് കഴിഞ്ഞാൽ, തിയറിക്ക് യൂഷ്വലി ഞാൻ 2 to 3 hours ആണ് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. MCQ പ്രാക്ടീസിന് 1 to 2 hours ഇരുന്നാലും മതിയാവും. പക്ഷേ തിയറി പഠിക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ഒരു MCQ സോൾവ് ചെയ്തിട്ട് ആ MCQ സോൾവ് ചെയ്യുന്നത് വഴി നമ്മളൊരു തിയറി പഠിക്കുമ്പോൾ വളരെയധികം ടൈം എഫിഷ്യൻ്റ് ആണ്. ഒരു MCQ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോളജ് നമ്മൾ തിയറി പഠിച്ചിട്ട് കിട്ടുമ്പോഴാണെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് ടൈം എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് തിയറി പക്ഷെ നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാലേ നമുക്കിത് എക്സാമിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. MCQs സോൾവ് ചെയ്യണമെങ്കിൽ തിയറി നോളജ് വേണം അല്ലേ. അപ്പം നമുക്ക് തിയറി പഠിക്കുന്നത് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റില്ല. ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 to 3 hours ഇതിന് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു 1 hour മാറ്റി വെച്ചാലും ധാരാളമാണ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മൈൽഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഈവനിങ് ഷെഡ്യൂളിൽ ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്ന അത്ര വേറെ ഒന്നിനും നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും ഒരു ഫാക്ട് നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്ര പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. അല്ലാതെയുള്ള റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപടി ചോദിക്കില്ല അല്ലേ. ഇതിൻ്റെ കോൺസെപ്റ്റുകൾ മാത്രമാണ് റിപ്പീറ്റ് ആവുന്നത്, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലാത്ത ക്വസ്റ്റ്യൻസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനി മോക്ക് ടെസ്റ്റുകളൊക്കെ ഈ സമയത്ത് അറ്റൻഡ് ചെയ്യാം. ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക പറയുമ്പോൾ 3 hours നിങ്ങൾ ഇരിക്കണം അല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ച ആ ഒരു റിവിഷൻ്റെ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് അത് ചെയ്യാൻ പറ്റണമെന്നില്ല.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് മിനി മോക്ക് ടെസ്റ്റുകളോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമോ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാവിധ എക്സാമുകളും അവൈലബിൾ ആണ്. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്, ചെറിയ ചെറിയ ക്വിസുകളും അവൈലബിൾ ആണ്, ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് നിങ്ങൾക്ക് 1 to 2 hours സ്പെൻഡ് ചെയ്താൽ തന്നെ ധാരാളമാണ്. കാരണം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ ടൈമിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് മോർണിംഗ് ഈവനിങ് എന്നുള്ള സെഷനെ ഞാൻ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എങ്ങാനും MCQ പ്രാക്ടീസ് ആണ് രാവിലെ ചെയ്യുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ MCQ പ്രാക്ടീസ് രാവിലെ ചെയ്യാം. അപ്പോൾ എക്കണോമിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരു ഷെഡ്യൂൾ പറയുന്നത്. വേറെ സബ്ജക്റ്റുകാർക്കും ഇത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കാനുണ്ട്. ഇനി വളരെയധികം കുറച്ച് സമയം ബാക്കിയുള്ളൂ. 3 മാസം കൊണ്ട് നെറ്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു വലിയ കടമ്പയാണ് നമ്മുടെ ഉമ്മർത്തുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 90 days JRFന്റെ സക്സസ് നമുക്ക് നേടാൻ പറ്റുന്ന തരത്തിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9778826292 എന്നാണ്. അപ്പോൾ ഒട്ടും സമയം കളയരുത്, എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിക്കുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി പറയാനുള്ളത്, നമ്മൾ മോർണിംഗ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് സമയമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് ജോലിയുടെ ഒപ്പം പഠിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം തന്നെയായിരിക്കും തീർച്ചയായിട്ടും കിട്ടുക. പക്ഷെ കിട്ടുന്ന ഓരോ നിമിഷവും വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ പലവരും വർക്ക് ചെയ്യുമ്പോൾ അവിടെ പോയിരുന്ന് വെറുതെ സമയം കളയുന്ന ഒരുപാട് സമയങ്ങൾ കിട്ടാറുണ്ട് അല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആ സമയത്ത് ഒരു ക്വിസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ഉണ്ടാവുന്നത് ഏത് രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ മെൻറ്റാലിറ്റീനെ ഇത് ഒരുപാട് ബാധിക്കും. നമുക്ക് പഠിക്കണം എന്നുള്ള സീരിയസ്നെസ് നമുക്ക് ഉണ്ട് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺവിൻസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ആ ഒരു ലേസിനെസ്സും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടുകൾ കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ട് അവിടെ നിന്നും ഇവിടുന്ന് കിട്ടുന്ന, ഇപ്പം എങ്ങാനും നിങ്ങൾ ബസ്സിൽ ഒരു 1 hour ട്രാവൽ ചെയ്തിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ 1 hour നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കാം. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ടൈം ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഇതുവരെ പറഞ്ഞതൊക്കെ വീക്ക് ഡേയ്സിലെ കാര്യമാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് വീക്കെൻഡ് ആയിട്ട് 2 ദിവസമൊക്കെ ഓഫ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു ദിവസം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ആ മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാം, തെറ്റുത്തരങ്ങളൊക്കെ പഠിക്കാം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും 4 ഇരട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ആ ടെസ്റ്റിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് പഠിക്കുക എന്നുള്ളത്. കാരണം മിസ്റ്റേക്സ് പഠിച്ചാലേ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. മോക്ക് ടെസ്റ്റ് എഴുതാൻ എല്ലാവർക്കും പറ്റും. അത് അനലൈസ് ചെയ്ത് അതിലെ തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാലേ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ആവുള്ളൂ. സോ ആ കാര്യം 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് എഴുതിയ ദിവസം തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്കായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഉള്ള വീക്കെൻഡിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. വർക്ക് ലൈഫ് ബാലൻസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീക്കെൻഡിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നതിനേക്കാളും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും മാത്രം ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം. മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ശരിക്കും ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സ്ട്രെസ് എടുത്ത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ റിസ്കിൽ വെച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നോളജ് പോലും നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് വീക്ക് ഡേയ്സിലും, അതും മോർണിംഗ് ആൻഡ് ഈവനിങ്, അതേപോലെ വീക്കെൻഡുകളിൽ ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ സ്റ്റഡീസിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ജോബിൻ്റെ കൂടെ. അപ്പം ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കമൻറ്റുകളിലൂടെ അറിയിക്കുക. അതേപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാവരും ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്